നിലവിൽ ഇന്ന് കേസ് പരിഗണിക്കുകയാണ്. അതിനിടയിലാണ് കത്തോലിക്ക കോൺഗ്രസ് കൂടി അതിൽ കക്ഷി നമ്മുടെ തുടർ നടപടി എന്താണ്? നമ്മൾ തുടർ നടപടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ കത്തോലിക്ക കോൺഗ്രസ് കക്ഷി ചേരാൻ എങ്ങനെ കക്ഷി ചേരുക? ഈ സിനിമ റിലീസായാലല്ലേ ഈ സിനിമയിൽ ആരെ കുറിച്ച് മോശമായി പറഞ്ഞിട്ടുണ്ടോ, ആരെങ്കിലും അവഹേളിച്ചിട്ടുണ്ടോ, ആരെ കുറിച്ചിട്ട് വ്യക്തി ഹത്യ നടത്തിയിട്ടുണ്ടോ എന്ന് പറയുന്നത് ഈ സിനിമ റിലീസാവണ്ടേ. ഞങ്ങൾ ആകെ ഒരു സ്വതന്ത്ര ബോർഡിന് മാത്രമാണ് ഈ സിനിമ കാണാനുള്ള അനുമതി കൊടുത്തത്. സെൻസർ ബോർഡാണ്. അവരാണ് ഇത് സെൻസർ ചെയ്യേണ്ടതാണ്. അപ്പോൾ അവർ സെൻസർ ചെയ്യുമ്പോൾ അത് ഒരാൾക്ക് ഒറ്റ കൊടുക്കണം, അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഇത് റെക്കോർഡ് ചെയ്തിട്ട് ചോർത്തണം എന്നല്ല അതിന്റെ ഇത്. കത്തോലിക്ക സഭ അല്ലെങ്കിൽ കത്തോലിക്ക കോൺഗ്രസ് ഈ സിനിമ എവിടുന്ന് കണ്ടു? അവരെ കുറിച്ച് മോശമായി പറയുന്ന ഈ സിനിമ കാണേണ്ടവർ. ഇത്രയും വലിയ ബഹുമാനപ്പെട്ട കോടതിയിൽ ഒരു ആരോപണം ഉന്നയിക്കണമെങ്കിൽ വ്യക്തമായി തെളിവില്ലാതെ ആരോപണം ഉന്നയിക്കാൻ പറ്റൂ? ഇല്ല. അപ്പൊ അവർ വ്യക്തമായിട്ട് ഈ സിനിമ കണ്ടു. അപ്പൊ അതിനാരെ തെറ്റുകാര്? സെൻസർ ബോർഡ്. ഈ സിനിമ കണ്ടു എന്ന് പറഞ്ഞ ആ സിനിമയുടെ കഥ ഒരു കോടതി മുമ്പാകെ അവർ അവതരിപ്പിക്കണമെങ്കിൽ കത്തോലിക്ക കോൺഗ്രസ് തെറ്റുകാരല്ലേ. അപ്പൊ അവർക്കെതിരെ ഞങ്ങൾ അഡ്വക്കേറ്റിനായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കംപ്ലൈന്റ് കൊടുക്കാൻ ഞങ്ങൾ നിയമപരമായിട്ട് നേരിടാനുള്ള പരിപാടി. രണ്ടുപേർക്കെതിരെ പരാതിയുണ്ട്. സെൻസർ ബോർഡിനെതിരെ. സെൻസർ ബോർഡാണല്ലോ വഴി വെച്ചിരിക്കുന്നത്. അതെ, 100%. സെൻസർ ബോർഡിന്റെ എന്ത് അഭിപ്രായവും ഞങ്ങളോട് പറയട്ടെ. അവർക്ക് അതിനുള്ള അധികാരമുണ്ട്. സെൻസർ ബോർഡിന്റെ കീഴിലാണ് ഞങ്ങൾ സിനിമ എടുക്കുന്നവർ. പക്ഷെ ആ അധികാരം ദുരുപയോഗം ചെയ്യുമ്പോഴാണ് ഞങ്ങൾ കേസ് കൊടുക്കേണ്ടി വരുന്നത്. ഞാൻ പറഞ്ഞത് ഞാൻ മുന്നേ ഉന്നയിച്ച് ഈ സ്ക്രിപ്റ്റ് സെൻസർ ചെയ്യണമെന്ന്. ഇനി അതും പറ്റില്ല. ഇനി സെൻസർ ബോർഡ് അല്ല നോക്കേണ്ടത്. അതിനു മുൻപ് മത നേതാക്കന്മാരെടുത്തും രാഷ്ട്രീയ നേതാക്കന്മാരെടുത്തും ആദ്യം കൊണ്ടുപോയി സ്ക്രിപ്റ്റും സിനിമയും കാണിച്ച് അവർക്ക് ബോധ്യപ്പെട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന, അവരെ വ്യക്തിഹത്യ അവരെ രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സിനിമ ഇറക്കാൻ പാടില്ല എന്നാണ് അവർ അതല്ല ഇപ്പൊ ഇങ്ങനെ വരുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ സിനിമ റിലീസായിട്ട് ഫസ്റ്റ് ഷോ വേണമെങ്കിൽ കംപ്ലൈന്റ് കൊടുക്കട്ടെ. അതല്ലാതെ ഞങ്ങൾക്ക് നോട്ടീസ് കിട്ടുന്നത് 7-ാം തീയതിയാ. പക്ഷെ സെൻസർ ബോർഡിലേക്ക് ഇവർ കംപ്ലൈന്റ് എഴുതി വിട്ടിട്ടുണ്ട് 10-ാം മാസം 3-ാം തീയതി. അതെങ്ങനെ? ഞങ്ങൾക്ക് ഈ സിനിമയ്ക്ക് ഇത്ര കംപ്ലൈന്റ് ഞങ്ങൾ അറിയണത് 7-ാം തീയതിയാ.